കർത്താവിൻ്റെ മഹത്വമേറിയ നാമം ഈ പകലിൽ വാഴ്ത്തപ്പെടട്ടെ. പാസ്റ്റർ കുടുംബം, ദൈവദാസന്മാര്, പ്രിയപ്പെട്ട ദൈവമക്കളെ, അവർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് പകലിൽ നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ വലിയവനായ കർത്താവ് നൽകിയ ഈ നല്ല സമയത്തിനായ ദൈവത്തിന് നന്ദി പറയുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ആയിരിക്കാം. നാം ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിൽ നിന്നുള്ള വിഷയങ്ങളാണ്. ഇന്ന് പകലും നമുക്ക് തുടർന്ന് ചിന്തിപ്പാനായി വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. സ്തോത്രം. എൻ്റെ കുറിവാക്യം നിങ്ങൾക്ക് അറിയാം. 1-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യമാണ് ഞാൻ ആരംഭത്തിൽ വായിച്ചത്. ആ ഭാഗത്തേക്ക് വരുന്നതിന് മുൻപ് ഈ 1-ാം അധ്യായത്തിൽ നിന്നുള്ള അതേ ചില കാര്യങ്ങൾ ഓർപ്പിച്ച് അല്ലെങ്കിൽ ഒരു ചെറിയ വിവരണം തന്നിട്ട് ആ വാക്യത്തിലേക്ക് വരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് ലഭിച്ചിരിക്കുന്ന 40 മിനിറ്റിനുള്ളിൽ അതേസരം വിഷയങ്ങളെല്ലാം പറഞ്ഞ് അതേസരം പൂർത്തീകരിക്കാൻ കഴിയുകയില്ല. അത് എല്ലാം വിശദമായി പറയാനാണെങ്കിലും വളരെ സമയം വേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ചെറിയൊരു വിവരണം മാത്രം പറഞ്ഞുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിച്ചത് ഈ പ്രവചനത്തിലെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവരും കേൾക്കുന്നവരും അത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാരാണ്. ഞാൻ പറഞ്ഞു, മറ്റൊരു പുസ്തകങ്ങളിലും 65 പുസ്തകങ്ങളിലും ഇല്ലാത്ത അതേ ഒരു വാഗ്ദാനമാണ് ഈ വെളിപ്പാട് പുസ്തകത്തിൽ തന്നിരിക്കുന്നത്. ഇത് വായിക്കണം. നിങ്ങൾ വായിക്കുന്നവരാണല്ലോ, അനങ്ങുന്നില്ല, വായിക്കുന്നില്ല. വായിക്കുന്നവരും പിന്നെ വായിച്ച് കേൾപ്പിക്കണം കേട്ടോ. അറിയാം, അക്ഷരം അറിയാത്തവരുണ്ട്, നമ്മുടെ ഇവിടെ ഇല്ല. അക്ഷരം അറിയാത്തവരെ വായിച്ച് കേൾപ്പിക്കണം. പിന്നെ അത് പ്രമാണിക്കണം. അവരാരാ? ഭാഗ്യവാന്മാരാ, അല്ലേ? അവർ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാ. സ്തോത്രം. അതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിച്ചത്. ഇനി അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം. വേഗത്തിൽ ഞാൻ പറഞ്ഞ എല്ലാം അങ്ങോട്ട് വളരെ ഇലാബറേറ്റായിട്ട് വിശദീകരിച്ചു പോകണമെങ്കിൽ വളരെ സമയം വേണ്ടി വരും. അതുകൊണ്ട് ഞാൻ വേഗത്തിൽ ഒന്ന് നിങ്ങളുടെ അറിവിന് വേണ്ടി പറഞ്ഞ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ വായിച്ചത് യോഹന്നാൻ ആസിയയിലെ 7 സഭകൾക്ക് എഴുതുന്നത്. അപ്പോൾ ഇതിൻ്റെ എഴുത്തുകാരൻ യോഹന്നാനാണെന്നുള്ളത് അവിടെ വ്യക്തം എഴുതിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മൾ 1-ാം വാക്യം വായിച്ചപ്പോഴും അവിടെയുമുണ്ട്, അല്ലേ? ഉണ്ട് യോഹന്നാൻ. ഇനി 9-ാം വാക്യം വായിക്കുമ്പോഴും അവിടെയുണ്ട് യോഹന്നാൻ. അപ്പോൾ ഇതിൻ്റെ എഴുത്തുകാരൻ യോഹന്നാനാണെന്ന് വ്യക്തമായി ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഗ്രന്ഥകർത്താവാരാ? കർത്താവായ യേശു ക്രിസ്തുവാണ്. അപ്പോൾ യോഹന്നാനാണ് ഇതിൻ്റെ എഴുത്തുകാരെന്ന് യോഹന്നാൻ തന്നെ ഇതിൽ പറഞ്ഞു. ഇനി 22-ാം അധ്യായം വരുമ്പോഴും അവിടെയുമുണ്ട്.
അപ്പോൾ യോഹന്നാൻ ആസിയയിലെ 7 സഭകൾക്ക് എഴുതുന്നത്. ആസിയ എന്ന് പറഞ്ഞാൽ ഏഷ്യ മൈനറിൽ ഉള്ള, അതേസമയം ആസിയ എന്ന സംസ്ഥാനത്തിലെ 7 പട്ടണങ്ങൾ അന്ന് യോഹന്നാൻ അതേ പത്മോസിൽ കിടക്കുന്ന ഈ ദർശനം കാണുമ്പോൾ എഴുതുമ്പോൾ ഈ പട്ടണങ്ങളിലെല്ലാം 7 സഭകളുണ്ട്. അപ്പൊ ആസിയയിൽ 7 സഭകൾ മാത്രമല്ല, അത് കൂടാതെ ഹീരപ്പൊലീസിൽ, അതുപോലെ മിലേത്തോസിൽ, ത്രോവാസിൽ, കൊലോസിയയിൽ ഒക്കെ അത് സഭകളുണ്ട്. ആ സഭകൾക്കെല്ലാം ദൂത് കൊടുത്തില്ല. എന്നാൽ 7 സഭകൾക്ക് മാത്രമാണ്. ആസിയയിലെ 7 സഭകൾക്ക് എഴുതുക എന്ന് പറഞ്ഞാൽ ഈ 7 സഭകൾ എഫെസോസ്, സ്മുർന്ന, പെർഗമോസ്, തുയഥൈര, അത് സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക, ഇങ്ങനെ 7 സഭകൾക്കും ദൂത് കൊടുക്കാൻ പറഞ്ഞു. അതെല്ലാ കാലത്തുമുള്ള സഭകളെ പ്രതിനിധീകരിക്കുന്ന അതേസമയം ദൂതുകളാണ്. എല്ലാ കാലത്തുമുള്ള സഭകളെ പ്രതിനിധീകരിച്ചാണ് ഈ 7 സഭകൾക്ക് യോഹന്നാൻ ദൂത് കൊടുക്കുന്നത്, എഴുതുന്നത്. ഇനി പെട്ടെന്ന് മുന്നോട്ട് വായിച്ചു പോകാം. ഇരിക്കുന്നവനും, അല്ലേ, ഇരിക്കുന്നവനും, അത് ഇംഗ്ലീഷിൽ ഒന്ന് വായിച്ചേ. Who is, who was, who is to come. മലയാളത്തിൽ ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമെന്ന. ഇംഗ്ലീഷ് അത് ഹു വാസ്, ഹു ഈസ് ടു കം. അവൻ നേരത്തെ ഉള്ളവനാണ്, അവൻ ഇപ്പോഴുള്ളവനാണ്, ഇനി വരുമായിരിക്കുന്നവനാണ്. ദൈവത്തിൻ്റെ നിത്യതയോടുള്ള ബന്ധത്തിലാണ് ആ വിഷയം ഓർപ്പിക്കുക. പിതാവാം ദൈവത്തിൻ്റെ നിത്യതയോടുള്ള ബന്ധത്തിൽ ഓർപ്പിക്കുക. അവൻ മുൻപേ ഉണ്ടായിരുന്നവനാ, ഇപ്പോൾ ഉള്ളവനാ, ഇനി വരുവാൻ പോകുന്നവനാ. സ്തോത്രം, ഹല്ലേലൂയ. മറ്റു ഭാഗങ്ങളിലും ആ ഭാഗം ഓർപ്പിക്കുന്നുണ്ട്. ഞാൻ അതേ വായിപ്പിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ദൈവമായ കർത്താവ് നിത്യനായ ദൈവമാ. നാം യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ അത് എബ്രായ ലേഖനത്തിൽ പറയുന്നു, അവൻ എന്ത് ചെയ്യുന്നു? യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. അവൻ മാറാത്ത ദൈവമാ. കഴിഞ്ഞ ദിവസങ്ങളിൽ അവൻ നമുക്ക് ആരായിരുന്നു, ഇന്നവൻ ആരായിരിക്കുന്നു, ഇനി അവൻ ഭാവിയിലും ആരായിരിക്കും. സ്തോത്രം. അവൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് എങ്ങനെ ഇരുന്നു, അതെ, അവന് യാതൊരു മാറ്റവുമില്ല. ലോകത്തിൽ നമ്മൾ ഇന്നലെ കണ്ടവരെ ഇന്ന് കാണുമ്പോൾ വ്യത്യാസം കാണും, നാളെ കാണുമ്പോൾ വ്യത്യാസം വരും. അവിടെ സ്വഭാവങ്ങൾക്ക് വ്യത്യാസം വരും, അവിടെ മോഹഭാവങ്ങൾക്ക് വ്യത്യാസം വരും. ഇന്നലെ കണ്ടതുപോലെ ആയിരിക്കത്തില്ല. എന്നാൽ എൻ്റെ ദൈവത്തിന് ഒരു മാറ്റവുമില്ല, എന്നും എന്നേക്കും അതേ യഥാവാനായിരിക്കുന്ന മാറ്റമില്ലാത്ത ദൈവത്തെയാണ് ഞാനും നിങ്ങളും സേവിക്കുന്നത്. നിത്യനായ ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. അതുകൊണ്ട് ആ ദൈവത്തെയാണ് ഇന്ന് പകൽ നമ്മൾ ആരാധിക്കുന്നത്. നിത്യനായ ദൈവത്തെയാണ് നമ്മൾ സ്തുതിക്കുന്നത്. സ്തോത്രം. ഇന്ന് പകൽക്കാലം ആ ദൈവത്തിന് മാറ്റമല്ല. പ്രിയമുള്ളവരെ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ളത് പോലെ യാക്കോബ് സ്തോത്രം ഒരു ദിവസം നോക്കിയപ്പോൾ ലാബാന്റെ മുഖഭാവം മാറിയിരിക്കുന്നതാണ് യാക്കോബ് കണ്ടത്. സ്തോത്രം. ദീർഘവർഷങ്ങൾ ലാബാനെ സേവിച്ച യാക്കോബ് ഒരു ദിവസം അവന്റെ മുഖഭാവം മാറിയിരിക്കുന്നത് കണ്ടെങ്കിൽ അവൻ കണ്ട ദൈവത്തിന്റെ മുഖം മാറിയില്ല. ഇന്ന് പകൽ ഓർത്തോണം, എന്റെ ദൈവം മാറ്റമില്ലാത്ത ദൈവമാണ്. നീ കഴിഞ്ഞ ദിവസങ്ങൾ ആ ദൈവത്തെ എങ്ങനെ ദർശനത്തിൽ കൂടെ കണ്ടു, ഇന്ന് അവനെ എങ്ങനെ നീ കാണുന്നു, ഇനി നാളെയും അവൻ മാറ്റമില്ലാത്ത ദൈവമാണെങ്കിൽ ഇന്ന് പകൽ ദൈവത്തെ സ്തുതിക്കാൻ കഴിയട്ടെ. ആ നിത്യനായ ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത്, ആ നിത്യനായ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നത്. ഹല്ലേലൂയ. അവൻ സ്ഥലം നമുക്ക് ആരായിരിക്കുന്നു. മുന്നോട്ട് പോകട്ടെ, എൻ്റെ വിഷയത്തിലേക്ക് വരണമല്ലോ. അടുത്ത വായിക്കുന്നത് എന്ത് ചെയ്യും? അതെ, അവൻ്റെ സിംഹാസനത്തിൻ മുൻപിലുള്ള 7 ആത്മാക്കൾ. 7 ആത്മാക്കളുണ്ടോ?
ഈ വെളിപ്പാട് പുസ്തകമൊക്കെ വ്യാഖ്യാനിച്ചെങ്കിലേ നമുക്ക് പഠിക്കാൻ പറ്റും. എല്ലാവർക്കും ഒന്നും ഇതൊന്നും മനസ്സിലാകത്തില്ല. 7 ആത്മാക്കൾ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് 7 ഇതൊന്നും നിങ്ങൾ ആരും ഒരിക്കലും കേട്ടിട്ടില്ല. പറഞ്ഞേ അറിയാമെങ്കിൽ തെറ്റാലും ശരിയും പറഞ്ഞേ. യെസ്, കറക്റ്റ്. അതെ, നോക്കണം. 7 ആത്മാക്കൾ എന്ന് പറയുമ്പോൾ 7 ആത്മാക്കൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പരിശുദ്ധാത്മാവ് 7 എന്നല്ല. പിന്നെയോ ആത്മാവിന്റെ 7 സ്വഭാവത്തെയാണ്, വൈശിഷ്ട്യത്തെയാണ് കാണിക്കുന്നത്. യെശയ്യാ പ്രവചനത്തിലേക്ക് വന്നാട്ട് യെശയ്യാ 11:2 അവിടെ 7 ആത്മാക്കളെ കുറിച്ച് പറയുന്നത്. 7 ആത്മാവിന്റെ സ്വഭാവങ്ങൾ മനസ്സിലാക്കുക. യെശയ്യാവ് 11-ാം അധ്യായം. യഹോവയുടെ ആത്മാവ് 1, ജ്ഞാനത്തിന്റെ ആത്മാവ്, വിവേകത്തിന്റെ ആത്മാവ്, ആലോചനയുടെ ആത്മാവ്, ബലത്തിന്റെ ആത്മാവ്, പരിജ്ഞാനത്തിന്റെ ആത്മാവ്, യഹോവ ഭക്തിയുടെ ആത്മാവ്. 7 ആത്മാവ് ഉണ്ടോ സ്ഥലം? അപ്പൊ ഈ 7 ആത്മാവെന്ന് ഇതാ പറഞ്ഞിരിക്കുന്ന സ്ഥലം. അപ്പൊ 7 ക്ലിയർ ആയോ? ഒന്നി യെസ് ഓർ നോ പറ. 7 ഇല്ലയോ? ഇല്ല, 7 ഉണ്ട് സ്ഥലം. 7 ആത്മാക്കളുമായവന്റെ എടുക്കുന്നത് അല്ലേ വായിക്കുന്ന സ്ഥലം. 7 ആത്മാക്കൾ സ്ഥലം. യഹോവയുടെ ആത്മാവ് ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ബലത്തിന്റെയും പിന്നെ ആലോചനയുടെയും യഹോവ ഭക്തിയുടെയും അല്ലേ ആത്മാവ് തുടങ്ങും. 7 കൊണ്ട് വായിച്ചു നോക്കിയ നിങ്ങൾ. അപ്പൊ ഈ ആത്മാക്കളുടെ പക്കൽ നിന്നും ഇനി മുന്നോട്ടൊന്ന് വായിച്ചു വിട്ടേ. 7 ആത്മാക്കളുടെ പക്കൽ നിന്നും വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായ അല്ലെ. അപ്പൊ യേശുക്രിസ്തുവിന്റെ 3 അതേസ്ഥരം പേരുകൾ അവൻ ആരാണെന്ന് അവിടെ പറയുന്നു. 1 വിശ്വസ്ത സാക്ഷിയാണ്. കർത്താവായ യേശുക്രിസ്തു വിശ്വസ്ത സാക്ഷിയാണ്. പിതാവാം ദൈവത്തിൽ നിന്ന് ലഭിച്ചതെല്ലാം നമുക്ക് അറിയിച്ചു തന്ന, നമുക്ക് പകർന്നു തന്ന വിശ്വസ്ത സാക്ഷി. രക്തസാക്ഷി, മാർട്ടിയർ എന്നുള്ള പദത്തിൽ നിന്ന ഈ വിശ്വസ്ത സാക്ഷി. അപ്പൊ നോക്കണം, അവൻ നമുക്ക് വേണ്ടി വിശ്വസ്ത സാക്ഷിയാ. അതിന് വ്യാഖ്യാനം അധികം ആവശ്യമില്ലല്ലോ. ഇനി അടുത്തത്, അവൻ മരിച്ചവരിൽ ആദ്യജാതൻ. യോഹന്നാൻ മരിച്ചവരിൽ ആദ്യൻ. നോക്കണം, മരിച്ചവരിൽ ആദ്യജാതൻ കർത്താവായ യേശുക്രിസ്തു എന്ന് പറയാൻ കാരണം എന്താ? ആദ്യമായി ഉയർപ്പിക്കപ്പെട്ടത് ബൈബിളിൽ സാരഫാത്തിലെ വിധവയുടെ മകനെ ഏലിയാവ് ഉയർപ്പിച്ചതാ. ആണോ? സംശയമുണ്ടോ? നിങ്ങളൊന്നും അനങ്ങുന്നില്ല. എന്താ ഇത്? ആദ്യം ഉയർപ്പിച്ചതാ, ഉയർപ്പിച്ചല്ലേ. പിന്നെ അത് കഴിഞ്ഞ് ഏലിശ ശൂനേംകാരത്തിയുടെ മകനെ ജീവിപ്പിച്ചില്ലേ. സ്വർഗത്തിലൊരു മൗനം ഉണ്ടായതുപോലെ. അപ്പൊ ആരോ പറഞ്ഞു അവിടെ സഹോദരിമാരില്ല അഞ്ഞോണ്ട് അവിടെ മൗനം ഉണ്ടായെന്ന്. അതുപോലെ മൗനം അല്ലേ. പിന്നെ അത് കഴിഞ്ഞിട്ട് യേശുക്രിസ്തുവിന്റെ കാലത്ത് എന്ത് ചെയ്യുന്നു? നയനിലെ വിധവയുടെ മകനെ ജീവിപ്പിച്ചില്ലേ. ഇതൊന്നും ജീവിപ്പിച്ചു അല്ലേ. പിന്നെ പള്ളിപ്രമാണി യായിറോസിന്റെ മകളെ ഉയർപ്പിച്ചില്ലേ, ഉയർപ്പിച്ചു. ഇനി ലാസറിനെ ഉയർപ്പിച്ചില്ലേ. കർത്താവ് ഭൂമിയിലായിരുന്നു 3 പേരെ ഉയർപ്പിച്ചത്, ലാസറിനെ ഉയർപ്പിച്ചു. പിന്നെന്താ യേശുക്രിസ്തു ആദ്യ ഫലമാന്ന് പറഞ്ഞു, മരിച്ചു ആദ്യാന്ന് പറഞ്ഞു. ഈ ആദ്യജാതൻ എന്ന് പറഞ്ഞാൽ ആരാ? ഒരു കുടുംബത്തിൽ ജനിക്കുന്ന ആദ്യത്തെ ആളിനെയാണ് ആദ്യജാതൻ അല്ലേ. കൊലോസ്യലേഖനത്തിൽ പറഞ്ഞു സൃഷ്ടികളിൽ അവൻ ആദ്യജാതൻ എന്ന്. ഇവിടെ മരിച്ചവരിൽ ആദ്യജാതൻ എന്ന് പറഞ്ഞു. എന്താ പറഞ്ഞിരിക്കുന്നേ? എന്തുകൊണ്ടാ? ഈ ലാസർ വീണ്ടും മരിച്ചോ? മരിച്ചു. വിധവയുടെ മരിച്ചില്ലേ? യേശു ഉയർപ്പിച്ചവരൊക്കെ മരിച്ചു. ഏലിയാവും ഏലിശായും ഉയർപ്പിച്ചവർ മരിച്ചില്ലേ? മരിച്ചു. അവരാരും ഇന്നില്ല. എന്നാൽ എന്ത് ചെയ്യുന്നു? ഈ മരിച്ചവരിൽ നിന്ന് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റവരിൽ ഒരിക്കലും മരിക്കാതെ വണ്ണം
അമർത്യമായ ശരീരത്തിൽ ഉയർപ്പിക്കപ്പെട്ടത് അല്ലെങ്കിൽ ഉയർത്തെഴുന്നേറ്റത് യേശു ക്രിസ്തു മാത്രമാണ്. അവൻ ആദ്യഫലം, മരിച്ചവരിൽ ആദ്യഫലമാണ് അവൻ. അതെ, പൗലോസ് പറഞ്ഞത് കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, അവൻ നിദ്ര കൊണ്ടവരിൽ ആദ്യഫലമായി. മനസ്സിലായോ? അപ്പം അമർത്യതയുള്ള ശരീരത്തിൽ ഈ ഉയർപ്പിക്കപ്പെട്ട ലാസറും നയനവിധവയുടെ മകനും ഈ സാരാപത്തിൽ എല്ലാം എന്ത് ചെയ്യുന്നു? മർത്യമായ ശരീരത്തിൽ തന്നെ ഉയർപ്പിക്കപ്പെട്ടത്. ശരിയല്ലേ? ആന്നു. എന്നാൽ അമർത്യതയുള്ള ശരീരത്തിൽ ഉയർത്തെഴുന്നേറ്റത് യേശു ക്രിസ്തു മാത്രമാണ്. ഇനി മരണമില്ലാത്ത വിധത്തിൽ എന്നേക്കും അമർത്യതയുള്ള ശരീരത്തിൽ ഉയർത്തെഴുന്നേറ്റതിന്റെ യേശു ക്രിസ്തു മാത്രമാണ്. ലോകത്തിലെ എല്ലാ മഹാന്മാരും കല്ലറകളിൽ ഒതുങ്ങിയപ്പോൾ എൻ്റെ യേശു ഇന്നും അതേ കല്ലറകളിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് നമുക്ക് വേണ്ടി ജീവിക്കുന്നു. അതുകൊണ്ട് ആ പാട്ടുകാരൻ പാടിയത്, ഉലകമഹാന്മാർ അഖിലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ. ഉലകമഹാന്മാർ അഖിലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ. മാത്രം ഇടുന്നു. മതി. അപ്പൊ യേശു ക്രിസ്തു മരിച്ചവരിൽ ആദ്യജാതൻ. ക്ലിയർ ആയല്ലോ? അടുത്തത്, ഭൂരാജാക്കന്മാർക്ക് അധിപതിയാണ് അവൻ. സ്തോത്രം. കർത്താവിന് 3 ഔദ്യോഗിക സ്ഥാനങ്ങൾ. അതായത് വിദ്വാൻമാർ യേശുവിനെ കുഞ്ഞിനെ കാണാൻ വന്നപ്പോൾ കൊടുത്ത 3 വസ്തുക്കൾ. അവൻ ആരാണെന്ന് കാണിക്കും. അവൻ പ്രവാചകനാണ്, എന്ത് ചെയ്യുന്നു? അവൻ പുരോഹിതനാണ്, അവൻ രാജാവാണെന്ന്. അവൻ രാജാവായി വന്നിട്ടില്ല, അവൻ രാജാവാകും. പ്രൈസ് ദി ലോർഡ്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഗബ്രിയേൽ ദൂതൻ അതേ സ്വരം മറിയയോട് പറയുമ്പോൾ 7 കാര്യങ്ങളാണ് പറഞ്ഞത്. 1-ാം അധ്യായത്തിലുണ്ട്. എന്ത് ചെയ്യുന്നു? അവൻ സ്വരം ഒന്ന് വായിച്ചേ. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം. അതോടെ ഒന്ന് ഓർപ്പിച്ചിട്ട് മുന്നോട്ട് വരാം. നിക്ക് നോക്കട്ടെ. ഞാൻ ആ വാക്യം ഒന്ന് നോക്കട്ടെ പ്ലീസ്. 1-ാം അധ്യായത്തിൽ അതിൻ്റെ കറക്റ്റ് അത് തന്നെ. അതിൻ്റെ 32-ാം വാക്യം 1-ന്റെ. അവൻ വലിയവനാകും, അത്യുന്നത പുത്രൻ വിളിക്കപ്പെടും, കർത്താവായ ദൈവം കൊടുക്കും. അവൻ യാക്കോബ് ഗ്രഹത്തിന് അതിന്റെ 31 തൊട്ട് വായിച്ചാൽ നോക്കണം. 4 കാര്യങ്ങൾ നിറവേറി. ഗർഭം ധരിച്ച ഒരു മനെ പ്രസവിക്കും. 31 കൂടെ ഒന്ന് വായിച്ചേ. അത് നടന്നു അല്ലേ? ഗബ്രിയേൽ ദൂതനോട് പറഞ്ഞത്, ഗബ്രിയേൽ ദൂതൻ വന്ന് മറിയോട് പറഞ്ഞത് എന്താ? നടന്നു, ഗർഭം ധരിച്ചു, പിന്നെ ഒരു മകനെ പ്രസവിച്ചു. അടുത്തത് യേശു എന്ന് പേരിട്ടില്ലേ? യേശു എന്ന് പേരിട്ടു. ഈ യേശു എന്നുള്ളത് യഹൂദന്മാരുടെ ഇടയിൽ ഒരു സാധാരണ നാമമായിരുന്നു, മാനുഷിക നാമമായിരുന്നു. യേശു എന്ന പേരിന്റെ അർത്ഥം രക്ഷിതാവെന്ന. എന്നാൽ ക്രിസ്തു എന്ന് പറഞ്ഞാൽ അഭിഷക്തൻ എന്ന അർത്ഥം. യേശു ക്രിസ്തു, ക്രിസ്തു അഭിഷക്തൻ. ക്രിസ്റ്റോസ് എന്ന ഗ്രീക്ക് പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് മെസ്സിഹ എന്ന എബ്രായ പദം. മെസ്സിഹ എന്നുള്ളത് എബ്രായ പദമാണ്, മെസ്സിഹ. എന്നാൽ ക്രിസ്റ്റോസ് എന്നാണ് ഗ്രീക്കിൽ ഉപയോഗിക്കുന്നത്. അതിന്റെ അർത്ഥം അഭിഷക്തൻ. 30-ാം വയസ്സിൽ ആത്മാവിനാൽ അഭിഷക്തനായതുകൊണ്ട് യേശു ക്രിസ്തു എന്ന പേര്. യേശു എന്നുള്ള സാധാരണ നാമം. യഹൂദന്മാരുടെ ഇടയിൽ മറ്റുള്ളവർക്കും യേശു എന്ന പേരുണ്ടായിരുന്നു. അപ്പൊ യേശു എന്ന പേർ വിളിക്കണം. അത് നടന്നു. അടുത്തത് അവൻ വലിയവനായി ഇല്ലേ? 3 അത്യുന്നത പുത്രൻ വിളിക്കപ്പെടും. നടന്നു. ഇത് 4 കാര്യം നടന്നു കേട്ടോ. ഗബ്രിയേൽ ദൂതൻ പറഞ്ഞു. ഇനി അടുത്തത് എന്താ? കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. കൊടുത്തോ? ഇല്ല, ഇനി നിറവേറാനുള്ളതാ. 3 കാര്യങ്ങൾ നിറവേറി, ഇനിയും ബാക്കിയുള്ളത്
4 കാര്യം നിറവേറി, ഇനി ബാക്കിയുള്ള 3 കാര്യം അടുത്തത്. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും, അല്ലേ? എന്നേക്കും രാജാവായിരിക്കും. അടുത്തത്, അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ല. ഇത് 3 ഇനി നിറവേറാനുള്ളതാ. ഗബ്രിയേൽ പറഞ്ഞ 4 കാര്യവും നിറവേറി. അപ്പൊ ഇനി 3 കാര്യവും നിറവേറാതിരിക്കുമോ? ഒരു വിശ്വാസവും ഇല്ല, അല്ലേ? ഒരു വിശ്വാസമില്ല നമുക്ക് നിറവേറുമെന്ന്. അതൊക്കെ എനിക്ക് കണ്ടറിയാന്ന് പറഞ്ഞിരിക്കുക. അപ്പൊ ഇത് 4 കാര്യം നിറവേറെങ്കിൽ 3 കാര്യവും ഇനി നിറവേറും. അവൻ എന്നേക്കും രാജാവായിരിക്കും. സ്തോത്രം, ഹല്ലേലൂയ. എന്റെ കർത്താവ് ഇനി എന്ന് രാജാതി രാജാവായി വരുന്ന ദിവസമുണ്ട്. ഈ ഭൂമിയിൽ 1000 വർഷം അവൻ രാജാവായി ഭരിക്കും. സെക്കറിയാ പ്രവചനം 14-ാം അധ്യായത്തിന് 9-ാം വാക്യം വായിച്ചേ. 14:9. യഹോവ സർവഭൂമിക്കും രാജാവാകും. കാരണം ഈ ഭൂമിയിൽ 1000 ആണ്ട് വാഴ്ചയെ കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നത് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തില്. അപ്പോൾ 1000 ആണ്ട് ഈ ഭൂമിയിൽ അവൻ രാജാവായി ഭരിക്കും. അവൻ രാജാവാണ്. യോഹന്നാൻ എന്താ പറഞ്ഞേ? യോഹന്നാൻ എന്താ പറഞ്ഞേ? അവൻ വിശ്വസ്ത സാക്ഷി, ഭൂരാജാക്കന്മാർക്ക് അധിപതി, പിന്നെ ഭൂരാജാക്കന്മാർക്ക് വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും ഭൂരാജാക്കന്മാർ അധിപതിയുമായ യേശുക്രിസ്തുവിങ്കിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. അഭിവാദനമാ ഈ 4-5 വാക്യം. അഭിവാദനം, അല്ലേ? നീ പൗലോസിന്റെ ലേഖനമെല്ലാം എടുത്തു നോക്കി. മിക്കവാറും എല്ലാ ലേഖനങ്ങളിലും പൗലോസ് അഭിവാദന വാക്കുകളായി പറയുന്നത് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. പൗലോസിന്റെ എല്ലാ ലേഖനങ്ങളിലും ഉണ്ടത് കൃപയും സമാധാനം. അപ്പൊ ഇവിടെ യോഹന്നാനും അഭിവാദനം ചെയ്ത് പറയുക, എന്ത് ചെയ്യുന്നു? കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. കൃപ, സ്തോത്രം. കൃപ എന്ന് പറഞ്ഞാൽ അർഹതയില്ലാത്ത സ്ഥാനത്ത് ലഭിക്കുന്ന അല്ലെ? അനർഹമായ കരുണ, സ്നേഹം, അതിന് കൃപയെന്ന് പറയും. പിന്നെ സമാധാനം, ഇതിന് കൃപയ്ക്ക് കാരിസ് എന്ന പദമാണ് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സമാധാനത്തിന് ഐറിനി എന്ന പദമാണ്. ഐറിനി, 2 പദം. അപ്പൊ ഈ ഗ്രീക്കുകാരുടെ അഭിവാദന വാക്കാണ് കൃപ എന്ന്. കൃപ ഗ്രീക്കുകാരുടെ. പിന്നെ എബ്രായരുടെ അല്ലെങ്കിൽ യഹൂദന്മാരുടെ അഭിവാദന വാക്കാണ് സമാധാനം. അപ്പൊ അത് ഈ 2 കൂട്ടത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടി ചേർത്ത് പൗലോസ് കൃപയും സമാധാനമെന്ന് തൻ്റെ ലേഖനത്തിലൊക്കെ പറയുന്നുണ്ട്. ഗ്രീക്കുകാരെയും യഹൂദന്മാരെ ഉൾപ്പെടുത്തി അവരുടെ അഭിവാദന വാക്കായിട്ടാണ് കൃപയും സമാധാനവും എന്ന് അത് അഭിവാദന വാക്ക്. യഹൂദന്മാർ തമ്മിൽ കാണുമ്പോൾ ശാലേം എന്ന് പറയും. സമാധാനം എന്ന എബ്രായ വാക്കാ ശാലേം. കാരണം അവർ സമാധാനം. അപ്പം യഹൂദന്മാരെയും ഗ്രീക്കുകാരുടെയും അഭിവാദന വാക്കുകളാണ് ഈ കൃപയും സമാധാനം. ആദ്യം കൃപയാ. സ്തോത്രം. ഒരു കൃപയുണ്ടെങ്കിൽ അതിന്റെ പിന്നാലെ എന്തോ ഉണ്ട്? സമാധാനമുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ കൃപയാണ് നമുക്കെല്ലാം ആവശ്യമായിരിക്കുന്നത്. ഈ കൃപയുള്ളിടത്ത് സമാധാനമുണ്ട്. ശുശ്രൂഷയിൽ കൃപ വേണം, അവിടെ സമാധാനമുണ്ട്. സ്തോത്രം. കൃപ ജീവസുറ്റ വേരായി മണ്ണിൽ ആയിരിക്കുമ്പോൾ അതിന്റെ ഫലം മുകളിൽ കാണുന്നത് സമാധാനമാ. സമാധാനം ആത്മാവിന്റെ ഫലമാ കേട്ടോ. സ്തോത്രം. ആത്മാവിന്റെ ഫലമാ. ഇന്ന് പകൽക്കാലം ഓർത്താണ്, കൃപയും സമാധാനവും നമ്മുടെ ജീവിതത്തിൽ വേണം. കൃപയുള്ളിടത്ത് സമാധാനമുണ്ട്. കൃപയുള്ള ഭവനത്തിൽ സമാധാനമുണ്ട്. കൃപയുള്ള സഭയിൽ സമാധാനമുണ്ട്. അല്ലെങ്കിൽ കൃപയുള്ളിടത്ത് സമാധാനമുണ്ടെങ്കിൽ ഇന്ന് പകൽ നിങ്ങളിൽ ആ കൃപ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ അന്തർഭാഗത്ത് ആ കൃപ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ ദൈവത്തിന് സ്തോത്രം പറയാനിടയട്ടെ. ആ
കൃപയാണ് എന്നെ രക്ഷിച്ചത്, കൃപയാലാണ് ഞാൻ ജീവിക്കുന്നത്, ഇന്നും നിൽക്കുന്നത് അവന്റെ കൃപയാൽ എന്ന് മാത്രമാണ്. ആ കൃപയുള്ള ദൈവമക്കൾ ഇന്ന് പകൽക്കാലം ദൈവത്തിന് സ്തോത്രം പറയാം. കൃപയാൽ ഞാൻ രക്ഷിക്കപ്പെട്ടു, കൃപയാൽ ഞാൻ ജീവിക്കുന്നു, ഇന്നും നിൽക്കുന്ന കൃപയാലെന്ന് മാത്രമാണ്. ആ കൃപയാണ് എനിക്ക് സമാധാനം നൽകുന്നത്. ഓർത്തണം, ആ കൃപ നമ്മളിൽ ഉള്ളത് കൊണ്ടാണ് നമുക്ക് സമാധാനമുള്ളത്. സ്തോത്രം അല്ലേ? നമുക്ക് സമാധാനം ലഭിച്ചത് കൃപയാ അല്ലേ? ആ കൃപ നമ്മുടെ യോഗ്യത നോക്കിയാണോ കൃപ പകർന്നത്? അല്ല. നമ്മുടെ പാരമ്പര്യം നോക്കിയല്ല കൃപ നമ്മുടെ വെച്ച് വരിഞ്ഞത്. അർഹതയില്ലാത്ത സ്ഥാനം, അഡ്മെറിറ്റഡ് ലവ് ആൻഡ് ഫേവർ ഓഫ് ഗോഡ് ടുവേഴ്സ് മാൻ. അർഹതയില്ലാത്ത സ്ഥാനത്ത് നമുക്ക് വേണ്ടി ചൊരിയപ്പെട്ട ദൈവത്തിന്റെ കരുണ, അതാണ് കൃപ. ഇന്ന് പകൽക്കാലം എല്ലാ ദൈവലേ എൻ്റെ നിങ്ങളുടെ മേൽ അകൃപ വ്യാപരിച്ചു, എൻ്റെ മേൽ നിങ്ങളുടെ മേൽ അകൃപ പകർന്നു വന്നു. ആ ദൈവത്തിന്റെ കരുണയ്ക്കായി ദൈവത്തിന് സ്തോത്രം പറഞ്ഞേ. ആ കൃപ ഇന്ന് നമ്മളിൽ വ്യാപരിക്കട്ടെ. ഇന്ന് പകൽക്കാലം ആ കൃപയുണ്ടോ? സമാധാനം നിന്റെ വീട്ടിലുണ്ട്. ആ കൃപ എന്നിലും നിങ്ങളിൽ ഉള്ളിലുണ്ടോ? ദൈവത്തിന്റെ സമാധാനം നിങ്ങളിലുണ്ട്. ഇന്ന് പകൽക്കാലം ആ കൃപയൊന്ന് ദൈവം ഉള്ളവര് ഒന്ന് സ്തുതിക്കട്ടെ. പാട്ടുകാരൻ പാടിയിരിക്കുന്ന പോലെ കൃപയുള്ളവരെല്ലാം സ്തുതിക്കട്ടെ. ഇന്ന് പകൽക്കാലം കൃപയുള്ള ദൈവത്തിലെ ഒന്ന് ദൈവത്തെ സ്തുതിക്കുക. ഇന്ന് പകൽക്കാലം സ്വാതന്ത്ര്യമായി ദൈവത്തെ ആരാധിക്കാൻ നമുക്ക് അതേ സമയമുണ്ടല്ലോ. ഈ പകൽക്കാലം ആ കൃപ വ്യാപരിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതലും അടങ്ങിയിരിക്കരുത്. കൃപയുള്ള ദൈവത്തിന്റെ പൈതലേ, നിനക്ക് സമാധാനമുണ്ട്. സ്തോത്രം, സ്തോത്രം. കൃപയും സമാധാനം ഉണ്ടാകട്ടെ. കൃപ നമ്മളിൽ വ്യാപരിക്കണം. സ്തോത്രം. ഇനി അടുത്ത ഭാഗത്തേക്ക് വരാം. കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. യോഹന്നാൻ വേഗത്തിൽ. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പൊക്കെ നമ്മെ സ്നേഹിക്കുന്നവൻ അല്ലേ? അവിടെ ആ പ്രസന്റ് ടെൻസിലാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മെ സ്നേഹിക്കുന്നവൻ. ഇന്ന് പകൽ ദൈവമക്കൾ ഓർക്കണം, നമ്മെ സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ട്. ലോകത്തിലെ സ്നേഹമൊക്കെ എന്ത് ചെയ്തും മാറിപ്പോകും. മനുഷ്യ സ്നേഹം മാറിപ്പോകും. ഭർത്താവിൻ്റെ സ്നേഹം, ഭാര്യയുടെ സ്നേഹം, മക്കളുടെ സ്നേഹം, ഈ ലോകത്തിലെ അതേ കൂട്ടുകാരുടെ സ്നേഹം, ഇതെല്ലാം ശവക്കുഴി വരെ മാത്രമേ ഉള്ളൂ. എന്നാ നിത്യതയിലും സ്നേഹിക്കുന്ന എൻ്റെ കർത്താവിൻ്റെ സ്നേഹം എത്ര വളരെ വലുതാ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ ജീവികളിൽ ഏറ്റവും കൂടുതൽ മക്കളെ സ്നേഹിക്കുന്നത് കുരങ്ങുമാരാ. കുരങ്ങൾ അവരുടെ മക്കളെ വല്ല സ്നേഹിക്കും. അതിന് ചില ശാസ്ത്രജ്ഞന്മാരെന്ത് ചെയ്തു? ഈ സ്നേഹത്തെക്കുറിച്ച് അറിയാൻ ഒരു പരിശോധന നടത്തി. അറിയാം, ഈ കുരങ്ങുകളെ, ഈ തള്ളക്കുരങ്ങിനെയും അതിൻ്റെ കുട്ടി കുരങ്ങിനെയും ഒരു ഗ്ലാസ് ചേമ്പറിൽ ഇട്ടിട്ട് അവർ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ഈ കുരങ്ങൻ എന്ത് പറയുക, ഈ തള്ളക്കുരങ്ങ് അതിൻ്റെ കുട്ടിക്കുരങ്ങിനെ എടുത്തിങ്ങനെ ദേഹത്ത് വെച്ചുകൊണ്ടിരുന്നു. വെള്ളം പോകും തോറും ഉയർന്നു വരും തോറും ഈ തള്ളക്കുരങ്ങ് അതിൻ്റെ കുഞ്ഞിനെ എടുത്തിങ്ങനെ വെള്ളത്ത് ഉയർത്തി വെള്ളത്തിൽ ഉയർത്തിക്കൊണ്ടിരുന്നു. അപ്പം ഈ തള്ളയുടെ കുരങ്ങിൻ്റെ മേളിൽ വരെ വെള്ളം വന്നപ്പോൾ എന്തറിയാമോ? കുട്ടിക്കുരങ്ങനെ താഴെ ഇട്ടേച്ച് അതിൻ്റെ മേളിൽ കയറി അതിരുന്നു. ഇത്രയേ ഉള്ളൂ സ്നേഹം. അപ്പൊ അതിൻ്റെ ജീവൻ അതിൻ്റെ ജീവൻ പോകുന്നു കണ്ടപ്പോൾ എന്ത് ചെയ്തു? കുട്ടിയെ താഴെ ഇട്ടേച്ച് അതിൻ്റെ മേളിൽ കയറി നിന്നു. മനുഷ്യ അല്ലെ, ലോകത്തിലെ ജീവികളുടെ സ്നേഹമായാലും എല്ലാം എത്രയേ ഉള്ളൂ സ്ഥലം അല്ലേ? എന്നാൽ എൻ്റെ കർത്താവ് നമ്മളെ സ്നേഹിച്ചത് എങ്ങനെയാ? യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞു, കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നമുക്ക് നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. ആദ്യം നാം അവനെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ച സ്വന്തം അത് കാൽവറി ക്രൂശാണ് ദൈവ സ്നേഹത്തിന്റെ പ്രദർശനശാല. സ്തോത്രം. എന്നെയും നിങ്ങളെയും അവൻ മുന്നമേ സ്നേഹിച്ചതുകൊണ്ട് കണ്ടതുകൊണ്ടാണ് തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി കാൽവറിയിൽ തകർത്ത് കളഞ്ഞത്. ആ സ്നേഹം പോലൊരു സ്നേഹം ലോകത്തിൽ ആരിലുമില്ല.
എൻ്റെ യേശു ക്രിസ്തുവിന്റെ സ്നേഹം പോലെ ഒരു സ്നേഹം ആരിലുമില്ല. ഇന്നും നമ്മെ സ്നേഹിക്കുന്നവനാ. ഇന്ന് പകൽ ഓർത്തു നോക്കേ, നമ്മളെ സ്നേഹിക്കാന്ന് പറഞ്ഞ പലരും വാക്കുമാറിയില്ലേ? അവരുടെ സ്നേഹം കുറഞ്ഞു പോയില്ലേ? അവരുടെ കരുതൽ കുറഞ്ഞു പോയില്ലേ? എന്നാൽ ഇന്നും നമ്മെ സ്നേഹിക്കുന്ന എൻ്റെ ദൈവം എത്ര വലിയവനാണ്. സ്തോത്രം. യോഹന്നാൻ അപ്പോസ്തലന്റെ ലേഖനം മുഴുവനും നോക്കിയാൽ സ്നേഹത്തെ കുറിച്ചാ. ദൈവ സ്നേഹം അല്ലേ? പാട്ടുകൾ ഒക്കെ ദൈവ സ്നേഹത്തെ കുറിച്ചുള്ള പാട്ടുകളാണ്. ദൈവം നമ്മെ സ്നേഹിക്കുന്നവൻ. എൻ്റെ വിശദീകരണത്തിലേക്ക് ഇനി പോകാൻ സമയം എടുക്കുന്നില്ല. ഒത്തിരി കാര്യങ്ങൾ സ്നേഹത്തെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. സ്നേഹിക്കുന്നവനും. അടുത്തത്, നമ്മുടെ പാപം പോക്കി. നമ്മുടെ പാപം പോക്കി. പാപികളും ദോഷികളുമായിരുന്ന നമ്മെ, കുഴഞ്ഞ ചേറിലും ചേറ്റിലും കിടന്ന നമ്മെ എന്ത് ചെയ്യുന്നു? അവൻ സ്നേഹിച്ചു. തൻ്റെ രക്തം നമുക്ക് വേണ്ടി കാൽവറിയിൽ കെട്ടിവെച്ചു. നമുക്ക് വേണ്ടി രക്തം ഒഴുക്കി നമ്മുടെ പാപത്തിൽ നമ്മെ വിടുവിച്ചു. ഇന്ന് നമ്മൾ ഇവിടെ വന്നിരുന്ന ദൈവത്തെ ആരാധിക്കുന്നതിന് കാരണം നമ്മുടെ പാപം പോക്കി നമ്മെ ശുദ്ധീകരിച്ച് തൻ്റെ മക്കളും അവകാശികളും ആക്കി തീർത്തത് കൊണ്ടാണ് ഇന്ന് പകൽ ഇവിടെ വന്ന് ദൈവത്തെ ആരാധിക്കുന്നത്. അത് വെളിപ്പാട് ദിവസം 4-5 അധ്യായം വായിക്കുന്നത് പോലെ, കുഞ്ഞാട് നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് ഗോത്രത്തിൽ നിന്നും ഭാഷയിൽ നിന്നും വംശത്തിൽ നിന്നും ഞങ്ങളെ നീ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. സ്തോത്രം. അത് അവന്റെ രക്തമാണ് നമ്മെ പാപത്തിൽ നിന്ന് വിടുവിച്ചത്. കൊലോസ്യ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞു, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ നമ്മെ ആക്കി വെച്ചവന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം. ഇന്ന് പകൽക്കാലം ഓർത്തോണം, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് നമ്മെ വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ നമ്മെ ആക്കി വെച്ച ആ ദൈവത്തിന്റെ സന്തോഷത്തോട് ഒന്ന് സ്തോത്രം പറഞ്ഞേ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ പാപം പോക്കി നമ്മെ വിടുവിക്കുന്നു. വായിച്ചേ. ദൈവത്തിന് പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യം എന്നുള്ളത് ഇംഗ്ലീഷിൽ മെയ്ഡ് us kings and priests. 5-ാമത്തെയും 10-ാം വാക്യത്തിലുമുണ്ട് കിങ്സ്. അത് ഇംഗ്ലീഷിൽ നിന്ന് വായിച്ചേ. എൻ്റെ കിങ് ജെയിംസ് വെർഷനിൽ കിങ്സ് എന്ന് ഉണ്ട്. അപ്പൊ നമ്മെ രാജാക്കന്മാർ, നമ്മളെ പുരോഹിതന്മാരാക്കി തീർത്തവന്. പത്രോസ് ലേഖനത്തിൽ എഴുതി, 1 പത്രോസ് 2:9-8-9 വാക്യങ്ങൾ വായിച്ചു. നിങ്ങളോ അന്ധകാരത്ത് നിന്ന് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ വർഗവും പുരോഹിത വർഗവും വിശുദ്ധ വംശം സ്വന്തം ജനവും ആകുന്നു. അപ്പൊ നമ്മെ രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി തീർത്തു. സ്തോത്രം. അതെ, നമ്മുടെ പാപം പോക്കി നമ്മെ വിടുവിച്ച് നമ്മെ രാജാക്കന്മാരാക്കി പുരോഹിതന്മാരാക്കി തീർത്ത ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യട്ടെ. എന്നേക്കും മഹത്വവും ബലവും. ആമേൻ. സ്തോത്രം. അവൻ നമ്മുടെ പാപം പോക്കി നമ്മെ വിടുവിച്ച ദൈവമാണ്. ഇന്ന് പകൽക്കാലം പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച ദൈവജനം ഒന്ന് സന്തോഷിക്കട്ടെ, ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഭാവിയായ എന്നെ എൻ്റെ കർത്താവ് സ്നേഹിച്ചു, എന്നെ വിടുവിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. എന്നെ എന്ത് ചെയ്യുന്നു? സ്തോത്രം. തൻ്റെ മകനാക്കി മകളാക്കി തീർത്തു. യോഹന്നാൻ അപ്പോസ്തലൻ ഇവിടെ പറയുക, സമയം പോകുന്നതിന് മുൻപോട്ട് പോകുക. എന്ത് പോക്കി നമ്മെ തൻ്റെ രക്തത്താൽ വിടുവിച്ച് തൻ്റെ പിതാവായ ദൈവത്തിനെ രാജാക്കന്മാർ പുരോഹിതന്മാരെ ആക്കി തീർത്തവന് എന്നേക്കും മഹത്വവും ബലവും. ആമേൻ. ഹാലെ. ആമേൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ആമീൻ എന്നാണോ? നിശ്ചയമായും എന്നാ, തീർച്ചയായും എബ്രായ വാക്കാ. ആമേൻ. ദൈവത്തിന്റെ മഹത്വം. ആമേൻ. സ്തോത്രം. ഇന്ന് പകൽക്കാലം യോഹന്നാൻ പറയുന്നതോടൊപ്പം നമുക്ക് വന്ന് പറയാൻ കഴിയുമോ? സ്നേഹിക്കുന്നവനും
എന്റെ പാപം പോക്കി തന്റെ രക്തത്താൽ എന്നെ വിടുവിച്ച് തന്റെ മക്കളാക്കി തീർത്ത എന്റെ ദൈവത്തിന് മഹത്വം. അല്ലെ, അവനെ ഞാൻ സ്തുതിക്കുന്നു പറഞ്ഞ് ഇന്ന് പകൽക്കാലം ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയേ. സ്തോത്രം. മഹത്വവും ബലവും ആമേൻ, ആമേൻ, നിശ്ചയമായും തീർച്ചയായും എന്ന ആമേൻ എന്ന വാക്കിന്റെ അർത്ഥം അവനെ സ്തുതിക്കുക. ഇനി അടുത്ത വാക്യം, 7-ാം വാക്യം കൂടെ. ഈ വെളിപ്പാട് പുസ്തകത്തിന്റെ തീം എന്ന് പറയുന്ന വാക്യമായി 7-ാം വാക്യം. ഇതൂടെ പറഞ്ഞേ നിർത്താനേ ഇന്ന് സമയമുള്ളൂ. കർത്താൻ വെച്ച അടുത്ത 8-ാം വാക്യം തൊട്ട് അടുത്ത ദിവസങ്ങളിൽ. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, ഏതു കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും, ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ഊവ് ആമേൻ. സ്തോത്രം. കേട്ടോ, യോഹന്നാൻ പറയാ, ഇത് ഏത് വരവിനെ കുറിച്ചാ? ഒന്ന് പറഞ്ഞേ. ഒരുമിച്ച് നമ്മൾ പഠിക്കുന്നേ, ചിന്തിക്കുന്നേ. ഇതേത് വരവിനെ കുറിച്ച് ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ, സൗകര്യമാരൊന്നും പറഞ്ഞില്ലല്ലോ. മഹത്വ പ്രത്യക്ഷത അറിയാം, ഓർത്തോ? അപ്പൊ മഹത്വ പ്രത്യക്ഷതയെ കുറിച്ചാ ഇതാ മേഘാരൂഢനായി വരുന്നു. ഇന്ന് നോക്കണം, ഒത്തിരി ദുരുപദേശങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലാണ്. എന്തൊക്കെയാണോ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ഓരോരുത്തർ പ്രസംഗം കേൾക്കണം. ഏലിയൻസ് വന്ന് പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി അവരിൽ നിന്ന് ഗർഭിണിയായി ജനിച്ചവരാണ് മല്ലന്മാരെന്ന് പറയുന്ന പ്രസംഗങ്ങളുണ്ട്. പിന്നെ യാക്കോബ് കുടിച്ച് മദ്യപിച്ച് രാത്രി പോയതുകൊണ്ടാ അതേ ഭാര്യയെ തിരിച്ചറിയാൻ കഴിയാവോ എന്ന് പ്രസംഗിക്കുന്നവരുണ്ട്. എന്തൊക്കെയാന്നോ ഇങ്ങനെ. അയ്യോ, വലിയ വിലപ്പെട്ട വലിയ സഭയിലെ ശുശ്രൂഷന്മാരായി പറയുന്നത് കേട്ടോ. ഇതൊക്കെ തിരിച്ചു വേദപുസ്തകത്തിന് ആധാരമില്ലാത്തതൊന്നും നിങ്ങൾ എടുക്കരുത്, തെളിവില്ലാത്ത ഒന്നും എടുക്കരുത്. നമുക്ക് വേദപുസ്തകം ആധാരമായിരിക്കുന്ന അല്ലാത്ത ഒന്നും എടുക്കരുത്. അങ്ങനെ എന്തെല്ലാം പ്രചരിപ്പിക്കുന്നുണ്ടെന്നറിയാമോ? ഞാൻ അതൊന്നും പോകുന്നില്ല, അതൊക്കെ തിരിച്ചറിയണം. യേശുക്രിസ്തു പറഞ്ഞു, മത്തായിയുടെ സുവിശേഷം 22-29 വാക്യത്തിൽ ഒന്ന് വായിച്ചേ. 22-29. അതിന് യേശു ഉത്തരം പറഞ്ഞത്, തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയാത്തത് കൊണ്ട് തെറ്റിപ്പോകുന്നു. കേട്ടോ, അപ്പം എന്താ? തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയാത്തത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? തെറ്റിപ്പോകുന്നു. അപ്പോൾ ദൈവത്തിന്റെ തിരുവെഴുത്ത് നന്നായി പഠിക്കണം, ദൈവശക്തിയെ കുറിച്ച് നമ്മൾ അറിയണം. സ്തോത്രം. ഇതൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് എന്തോ വേണം? ഒരു രൂപാന്തരം വേണം. കേട്ടോ, ഇതൊക്കെ പഠിക്കുമ്പോൾ നമുക്കൊന്നുകൂടി നമ്മെ തന്നെ രൂപാന്തരപ്പെടുത്തണം. അല്ലേ? പൗലോസ് റോമാലേഖനം 12-ാം പറഞ്ഞ എന്ത് ചെയ്യുന്നു? പുസ്തകം, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകാതെ you present your bodies a living sacrifice, holy, acceptable unto God, which is your reasonable service. Be not conformed to the West, but be transferred by the renewing of your mind. നമ്മുടെ മനസ്സിന് രൂപാന്തരം വേണം. കേട്ടോ, ഇതൊക്കെ പഠിക്കുമ്പോൾ, ദൈവദിനം പഠിക്കുമ്പോൾ ഉണ്ടോ? രൂപാന്തരം ഉണ്ട്. കെട്ടിച്ചു പോന്നു. അതൊരു പണ്ടൊരിക്കലൊരു പൂച്ച വിളക്ക് പിടിച്ച പോലെ. ഒരു പൂച്ച സന്യാസിക്ക് ഒരു പൂച്ച ഉണ്ടായിരുന്നു, നല്ല പൂച്ച. മണിയെന്ന് വിളിക്കുമ്പോഴേ ഓടി വരും. വന്നിട്ട് ആ സന്യാസി ഗ്രന്ഥം, തൻ്റെ വിശുദ്ധ ഗ്രന്ഥം വായിക്കാതിരിക്കുമ്പോൾ ഈ പൂച്ച വന്ന് വിളക്ക് പിടിച്ചു കൊടുക്കും. എന്നും ഇങ്ങനെ പതിവായി ചെയ്തുകൊണ്ടിരിക്കുക. എന്തൊരു അനുസരണമാ. എന്നാൽ ഒരു ദിവസം ഇത് കണ്ടിട്ട് ഈ സന്യാസിയുടെ കൂട്ടുകാരൻ ഒരു വേല വെക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം ഒരു ദിവസം ഇതുപോലെ പൂച്ച വിളക്ക് പിടിച്ചുകൊണ്ടിരിക്കുമ്പം അവിടെ വന്നു, ഒരു ചുണ്ടലിയും കൊണ്ട് പോക്കറ്റിൽ ഇട്ടുകൊണ്ട് വന്നു. എന്തിന്? ഈ വിളക്ക് പിടിച്ചുകൊണ്ടിരിക്കുന്ന പൂച്ചയുടെ മുന്നിൽ ഈ ചുണ്ടലെ ഇട്ട് കൊടുത്തു. പൂച്ച ഇതാ വിളക്കും കളഞ്ഞേച്ച് എലിയുടെ പുറേ ചാടി. അപ്പൊ പൂച്ചയ്ക്ക് മനസ്സിന് വല്ല രൂപാന്തരം വന്നോ? എലിയെ പിടിക്കാനുള്ള മനസ്സിന്റെ രൂപാന്തരം, അത് പിടിക്കാതിരിക്കാനുള്ള മനസ്സ് വിളക്ക് പിടിച്ചുകൊണ്ട് പൂച്ചയുടെ മനസ്സിന് രൂപാന്തരവും വന്നില്ല. ഇതുപോലെ ആകരുത് നമ്മൾ. കേട്ടോ, സ്തോത്രം. കേട്ടോ, വിളക്ക് പിടിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യം പിന്നെ എന്ത് ചെയ്യുന്നു? രൂപാന്തരമാണ്. എലിയെ പിടിക്കുന്ന സ്വഭാവം മാറ്റണം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതെന്ന് മനസ്സിലായ
അണ്ടർസ്റ്റുഡാ. നമ്മുടെ ലോകത്തിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന നമ്മൾ മറ്റെന്തെങ്കിലും ഈ ചുണ്ടലിയെ പോലെ കാണുന്നതിന്റെ പുറയൊന്നും നമ്മൾ പോകരുത്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പൊ ഈ വാക്യത്തിലേക്ക് വരാം. വാക്യം ഒന്നുകൂടെ വായിച്ചേ പ്ലീസ്. റീഡ് ഇറ്റ് വൺ മോർ ടൈം. അതല്ല വെളിപ്പ നമ്മെ, സോറി, ഏഴാം വാക്യം. ഇതാ മേഘാരൂഢനായി വരുന്നു എന്ന് പറഞ്ഞാൽ എന്താ? മേഘാരൂഢൻ എന്ന് പറഞ്ഞാൽ മേഘത്തെ മേഘം കീറി മുറിച്ച് ഇറങ്ങി വരുന്നു. ഇത് മഹത്വ പ്രത്യക്ഷതയാ കേട്ടോ. ഇതാ മേഘാരൂഢനായി വരുന്നു. 5 മിനിറ്റ് കൊണ്ട് ഞാൻ പറഞ്ഞു നിർത്താം. മേഘാരൂഢനായ, മേഘം കീറി മുറിച്ച്. കാരണം യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്തപ്പോൾ മേഘത്തിൽ നിന്ന് അവൻ സ്വർഗാരോഹണം ചെയ്തു, ഒരു മേഘം നിഴലിട്ടു എന്നാ വായിക്കുന്നത്. പഴയ നിമിത്തത്തിലെ യഹോവയുടെ അദ്ദേഹത്തെ ഇറങ്ങി വന്നിടത്തൊക്കെ മേഘത്തിന്റെ പ്രത്യക്ഷത ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി കർത്താവായ യേശുക്രിസ്തു എന്ത് ചെയ്യുന്നു? മഹത്വ പ്രത്യക്ഷതയിൽ മേഘം കീറി മുറിച്ച് ഇറങ്ങി വരും. ഡിയ എന്ന ഗ്രീക്ക് പദം ഉപയോഗിച്ചിരിക്കുന്നത്. കീറി മുറിച്ചിറങ്ങി വരും. സ്തോത്രം. കണ്ടോ? അതായത് ആദ്യത്തെ വരവിൽ അല്ലെങ്കിൽ മേഘപ്രത്യക്ഷത, കർത്താവിന്റെ വരവിന് 2 ആമുഖങ്ങളുണ്ട്. വേഗത്തിലൊന്ന് പറയാം. 2 ആമുഖങ്ങളുണ്ട്. ഒന്ന് മേഘപ്രത്യക്ഷത. അത് മേഘപ്രത്യക്ഷത തന്റെ സഭയെ ചേർക്കാനായിട്ട് വരുന്നതാ. ലോകത്തിലെല്ലാവരും അറിയുന്നില്ല. തന്റെ സഭയെ ചേർക്കാനായി അവൻ മധ്യാകാശത്തിൽ വരുന്നു, ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നില്ല. മധ്യാകാശി വന്നു. അപ്പൊ വന്ന് എന്ത് ചെയ്യുന്നു? തന്റെ ഗംഭീരനാദം മുതക്കി ദൈവത്തിന്റെ മക്കൾ ദൈവസഭയിൽ തിരിച്ചറിഞ്ഞ് എന്ത് ചെയ്യുന്നു? അതാ 1 Thessalonians 4:16 വാക്യങ്ങൾ വായി. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൊണ്ട് സ്വർഗത്തിൽ ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവരും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് അവനെ ഏൽപ്പാൻ ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടും. ഭൂമിയിലേക്ക് വരുന്നില്ല, ആകാശമേഘങ്ങളിൽ മാത്രം വരുന്നു. അപ്പോൾ ദൈവസഭ അവിടേക്ക് ചേർക്കപ്പെട്ട് അങ്ങനെ വിശുദ്ധ സഭയുമായിട്ട് കർത്താവ് സ്വർഗത്തിലേക്ക് പോകുന്നു. 7 വർഷക്കാലം സഭ സ്വർഗത്തിലായിരിക്കും. അപ്പോൾ ആ സ്വർഗത്തിൽ 7 വർഷക്കാലമായിരിക്കുമ്പോൾ ഭൂമിയിൽ ക്രിസ്തുവിന്റെ പീഡാകാലമായിരിക്കും. അത് യഹൂദന്റെ 70-ാം ആഴ്ചവട്ടം എന്ന് പറയും. ഒരാഴ്ചവട്ടം എന്ന് പറയുന്നത് 7 വർഷമാണ്. യാക്കോബ് തന്റെ ഭാര്യമാരെ തെരഞ്ഞെടുക്കുമ്പോൾ ലാബാൻ പറഞ്ഞു, ഇനി എന്ത് ചെയ്യുന്നു? റാഹേലിന് വേണ്ടി കൂടെ, ഞാൻ ചുരുക്കം പറയാം, റാഹേലിന് വേണ്ടി ഒരാഴ്ചവട്ടം കൂടെ നിവർത്തിക്കാൻ പറഞ്ഞു. 7 വർഷം എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. മനസ്സിലായോ? അപ്പൊ ആഴ്ചവട്ടം, യഹൂദന്റെ ആഴ്ചവട്ടം എന്ന് പറയുമ്പോൾ ഒരാഴ്ചവട്ടം എന്ന് പറയുന്നത് 7 വർഷമാണ്. അല്ലാതെ വിശുദ്ധ ബൈബിളിൽ 7 വർഷം വ്യക്തമായി എഴുതിയിട്ടില്ലെങ്കിലും യഹൂദന്റെ ആഴ്ചവട്ടത്തിൽ ബന്ധം ചിന്തിക്കുമ്പോൾ അങ്ങനെ 7 വർഷം. അപ്പൊ 7 വർഷം ഞാൻ ചുരുക്കി കമ്പിവാചകം പറയുന്നു. 7 വർഷം സ്വർഗത്തിലായിരിക്കും. സ്വർഗത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു? എതിർക്രിസ്തുവിന്റെ പീഡയുടെ ഒടുവിലത്തെ ദിനങ്ങളിൽ അവരെന്ത് ചെയ്യുന്നു? വളരെ പീഡയിൽ കൂടെ, എതിർക്രിസ്തുവിന്റെ പീഡയിൽ കൂടെ, ക്രോധ ദിവസങ്ങൾ കൂടെ കടന്നു പോകുമ്പോൾ, ആ പീഡയിൽ കൂടെ കടന്നു പോകുമ്പോൾ അവർ നിലവിളിക്കുന്ന അനുഭവം മശിഹായി ഇറങ്ങി വരാൻ. അങ്ങനെ എന്ത് ചെയ്യുന്നു? വിശുദ്ധന്മാരും ായിട്ട് യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് 7 വർഷം കഴിയുമ്പോൾ ഇറങ്ങി വരുന്ന മഹത്വ പ്രത്യക്ഷതയെ കുറിച്ചാണ് യോഹന്നാൻ അപ്പോസ്തലൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. മേഘാരൂഢനായി വരും, ഏത് കണ്ണും അവനെ കാണും. അവൻ എവിടെ വരുന്നറിയാം? ഒലുമലയിലേക്ക്. ഒലുമലയിൽ നിന്നാണ് അവൻ എന്ത് ചെയ്യുന്നു? സ്വർഗാരോഹണം ചെയ്ത് ആ ഒലുമലയിലേക്ക് വരും. അന്ന് എന്ത് ചെയ്യുന്നു? ഇറങ്ങി വരുമ്പോൾ സകല ഗോത്രങ്ങളും അവനെ ചൊല്ലി വിലപിക്കും. കാരണം പിതാക്കന്മാർ ക്രൂശിച്ചവനായ കർത്താവ് അവനാണല്ലോ എന്നാണ്. അവന്റെ കയ്യിൽ ആണിപ്പാടുകളുണ്ട്. തേജസ്കരിക്കപ്പെട്ട ശരീരത്തിലാണെങ്കിലും അവനെ കുത്തിമുറിവേൽപ്പിച്ച പാടുകൾ അവന്റെ കൈകളിലുണ്ട്, അവന്റെ കാലുകളിലുണ്ട്. നിങ്ങൾ തെളിവിനായി സക്രിയ 13:6 വായിച്ചേ വേഗത്തിൽ. അതുപോലെ സക്രിയ 12:10 വായിച്ചേ. ഈ മുറിവുകൾ അപ്പം എന്തുകൊണ്ട്? സക്രിയ പ്രവചനം പറഞ്ഞ അവന്റെ കയ്യിൽ മുറിവുകളുണ്ട് കേട്ടോ. ആ മുറിവുണ്ട്. ഈ മുറിവുകൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, എന്നെ സ്നേഹിക്കുന്നവരുടെ വീട്ടിൽ വെച്ച് ഞാൻ അടി കൊണ്ടതാകുന്നു എന്ന് ഉത്തരം പറയും കേട്ടോ. അവന്റെ കയ്യിൽ ആണിപ്പാടുകളുണ്ട്, അവന്റെ കാലുകളിൽ ആണിപ്പാടുകളുണ്ട്.
അത് കാണുമ്പോൾ സ്തോത്രം, ഈ ജനം എന്ത് ചെയ്യും? പിതാക്കന്മാർ ക്രൂശിച്ചവനായ ദൈവമാണ്, കർത്താവാണ് ഞങ്ങളുടെ മശി എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? അവർ നിലവിളിച്ചുകൊണ്ട് അവനെ അംഗീകരിക്കും. സ്തോത്രം. ഈ ജാതികളൊക്കെ വിലപിക്കും. എന്താണെന്നറിയാമോ? അവർക്ക് ന്യായവിധി അടുത്തു പോയല്ലോ എന്ന് ചിന്തിച്ച് അവർ നിലവിളിക്കും. 12:10 വായിച്ച സെക്കരിയ. ഞാൻ വിഗ്രഹത്തിന്മേലും ആത്മാവിനെ പകരും, കത്തിട്ടല്ല കുത്തിയിട്ടുള്ളവെങ്കിലേക്ക് നോക്കും. ഏകജാതനെ കുറിച്ച് വിലപിക്കുന്ന പോലെ അവരെ കുറിച്ച് കുത്തിയിട്ടുള്ളവെങ്കിലേക്ക് നോക്കും. സെക്കരിയാവും പ്രവചിച്ചു. വാക്യം വായിക്കുമ്പോൾ ശ്രദ്ധിച്ചു വേണേ. കത്തിയിട്ടുള്ളതും കുത്തിയിട്ടുള്ളതും വ്യത്യാസമാകട്ടോ. ദിവസം വായിക്കും, വളരെ ഓർത്തിരിക്കുന്നു, തെറ്റരുത്. കുത്തിയിട്ടുള്ളവെങ്കിലേക്ക് നോക്കും. എന്ത് ചെയ്യുന്നു? അവർ ഏകജാനെ കുറിച്ച് വിലപിക്കുന്ന പോലെ വിലപിക്കും. എന്ത് ചെയ്യുന്നു? ഇസ്രായേൽ ജനം വിലപിക്കും. തങ്ങളുടെ മശിഹ അവനാണെന്ന് പറഞ്ഞ് വിലപിക്കും. അങ്ങനെ ഒരു മലയിലേക്ക് ഇറങ്ങി വന്ന് അവന്റെ കാൽ അവിടെ ചവിട്ടും. വിശുദ്ധന്മാരുമായിട്ട് വരുന്നത് യൂദാപ്പോസ്തലൻ 14 പറഞ്ഞു. യൂദായുടെ ലേഖനത്തിൽ 14 ആദ്യമായി പ്രവചിച്ചു. ഹാനോക്കാ പ്രവചിച്ചത്. 1000 വിശുദ്ധന്മാരുമായിട്ട് യേശു വരുന്നത് പ്രവചിച്ചു. പിന്നെ തെസ്സലോനിക്ക ലേഖനത്തിൽ 1 തെസ്സലോനി 3:13 പൗലോസ് പറഞ്ഞു വിശുദ്ധന്മാരുമായി വരുന്നെന്ന്. പിന്നെ സെക്കരിയാവ് പ്രവചിച്ചു 1000 വിശുദ്ധന്മാരുമായിട്ട് വരുന്നെന്ന്. ഇവര് 3 പേരും പറഞ്ഞതാണ് 1000 വിശുദ്ധന്മാരുമായിട്ട് യേശു ക്രിസ്തു വരുന്നു. അവന്റെ മഹത്വ പ്രത്യക്ഷതയാണ്. സ്തോത്രം. ആദ്യത്തെ വരവിൽ മേഘത്തിൽ വരുന്നേ ഉള്ളൂ. രണ്ടാമത്തെ വരവിൽ മാത്രമേ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നുള്ളൂ. അത് ഒലിവുമലയില. ഒലിവുമല 2ആയി പിളരുന്നു. അവിടെ ഒരു സമതലം അവിടെ ഉണ്ടാകുന്നു. അത് സക്രിയ പ്രവചനത്തിലുണ്ട്, വിശദീകരിക്കാൻ സമയമില്ല. അങ്ങനെ കർത്താവ് യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് മേഘാരൂഢനായി വരുന്നു. ഏത് കണ്ണും അവനെ കാണും. കുത്തിത്തുളച്ചവരവനെ കുറിച്ച് വിലപിക്കും. അതെ, ആമേൻ. യോഹന്നാൻ അപ്പോസ്തലൻ പറയുക, ആമേൻ, അങ്ങനെ തന്നെ, തീർച്ചയായും അങ്ങനെ തന്നെ എന്ന് പറഞ്ഞ് ആ ഭാഗം അവസാനിപ്പിക്കുക. നമ്മുടെ കർത്താവ് വരാൻ പോകുന്നു. പ്രത്യാശയോടെ നമുക്ക് ഇന്ന് പകലായിരിക്കാം. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. തുടർന്ന് വേദഭാഗങ്ങൾ വരുന്ന ദിവസങ്ങളിൽ സംസാരിക്കാൻ കർത്താവ് അനുഗ്രഹിക്കട്ടെ. Hearing God's word, let's all stand.